Hello friends, welcome to Suni's Art of Cooking. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വിധമാണ്. വളരെ വർഷങ്ങളായി ഹൈദരാബാദിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ നിറവും ഗുണവും രുചിയും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി എത്തിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 1 കിലോ ബിരിയാണി റൈസും 1.5 കിലോ ചിക്കനുമാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കന് പകരം മട്ടണോ ബീഫോ ഏതെങ്കിലും മീറ്റ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വാരി നന്നായിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സവാള നീളത്തിൽ അരിഞ്ഞ് ഗോൾഡൻ കളറിൽ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മസാല ഞാൻ പൊടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ബാക്കി ഐറ്റംസ് എല്ലാം ഞാൻ അടുപ്പിച്ച് വെച്ചു. ഇനി നമുക്ക് ചിക്കൻ എടുത്ത് ഒരു ദം ചെയ്യേണ്ടതായ പാത്രത്തിൽ തന്നെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി ഐറ്റംസും കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. അതിന് മുമ്പായിട്ട് ഈ ചിക്കൻ വൃത്തിയാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഉളുമ്പ് മണമെല്ലാം ഞാൻ കളഞ്ഞത് നാരങ്ങാ നീര് ഒഴിച്ചിട്ടാണ് ഞാൻ കളഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ഒഴിച്ച് വേണമെങ്കിലും വൃത്തിയാക്കാം. ഇനി നമുക്ക് ചിക്കന് ആവശ്യമായ ഉപ്പ് നമുക്കിടാം. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും 3 സ്പൂൺ ഇടുന്നു. അത് കഴിഞ്ഞ് 3 സ്പൂൺ മുളക് പൊടി ഞാൻ ഇടുകയാണ്. അത് കഴിഞ്ഞ് 3 സ്പൂൺ മല്ലിപ്പൊടി ഇടുകയാണ്. ചെറിയ സ്പൂണാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. അത് കഴിഞ്ഞ് ഇടിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതായ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കാം. കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, പെരുംജീരകം, സാജീര ഇതിത്രയാണ് ഞാനിവിടെ ഇടിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എടുത്തതായിട്ട് ചേർത്ത് ഇളക്കാം. അപ്പോഴേക്കും ആ ബിരിയാണിക്ക് നല്ല ടേസ്റ്റും മണമൊക്കെ കിട്ടും. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടതാണ്. ഒരു ഫുൾ നൈറ്റ് വേണമെങ്കിൽ നമുക്കിത് വെക്കാവുന്നതാണ്. രാവിലെ എടുത്ത് വീണ്ടും നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ ഇപ്പം അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത ഇറച്ചി ഞാൻ എടുത്തു. ഇനി തൈര് ചേർത്ത് വീണ്ടും ഇളക്കാം. 400 ഗ്രാം കട്ട തൈര്, പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി നമുക്ക് കഴുകി വാരി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിന ഇലയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കാം. ബാക്കിയില നമുക്ക് ചോറിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അത് ഇട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വീണ്ടും ഇളക്കാം. ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ യോജിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ കളർ ഇങ്ങനെ ഒരു ഓറഞ്ച് കളർ പോലെ ഇങ്ങനെ വരും. അതിൻ്റെ മുളകിൻ്റെയും തൈരിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ കളർ മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക കളർ വരും. അതിന് ശേഷം നമുക്ക് സവാള വറുത്ത് കോരി വെച്ചിരിക്കുന്നത് അതിനകത്ത് 2 പിടി ഞാൻ ഇടുന്നു. അതിനകത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഈ സവാള വറുത്ത എണ്ണയും നമുക്കിത് ചേർക്കേണ്ടതാണ്. അഥവാ സവാള വറുത്ത എണ്ണ ഇല്ലെങ്കിൽ നമുക്ക് സാധാ സൺഫ്ലവർ ഓയിൽ മാത്രമാണെങ്കിലും ചേർക്കാം, നെയ്യും കൂടെ വേണമെങ്കിലും ചേർക്കാം. ഇത് സവാള വറുത്ത് കോരി എണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ മണവും ആ സവാളയുടെ മണവും ഗുണവും ഒക്കെ ആ എണ്ണയ്ക്കകത്തുണ്ട്. അത് ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാനാണെങ്കിൽ 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്താണ് സൺഫ്ലവർ ഓയിൽ ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്നത്. ആ സവാളയുടെ ആ എണ്ണയും കൂടെ ഞാനിതിൽ ഒഴിച്ചു. അതിനുശേഷം നമുക്ക് ചെറിയ ചൂട് പാലിൽ കുറച്ച് സാഫ്രോൺ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ബാക്കി പാൽ നമുക്ക് ചോറിനകത്ത് ചേർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. സാഫ്രോൺ എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് കുങ്കുമപ്പൂ നല്ല ഇച്ചിരി വിലയുള്ള സാധനമാണ്. എന്നാൽ ശരീരത്തിന് നല്ല ഗുണവും ബിരിയാണിക്ക് നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്ന ഒന്നാണ്. ഇനി നമുക്ക് അതിന് മസാല വല്ലതും ഇച്ചിരി കുറവുണ്ടെങ്കിൽ അല്പം ബിരിയാണി മസാലയുടെ പൊടിയാണ് ഇപ്പോൾ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത്. ബിരിയാണി മസാലയുടെ പൊടി ഇച്ചിരി കൂടി ചേർത്തിട്ട് നന്നായി ഒന്നും കൂടെ കുഴയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇച്ചിരി ബിരിയാണി എസൻസാണ് ഞാനിപ്പോൾ ചേർത്തത്. ബിരിയാണി എസൻസ് എന്ന് പറഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ ഇവിടെ ഹൈദരാബാദിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. വാനില എസൻസ് എന്നും പൈനാപ്പിൾ എസൻസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സെഹി ബിരിയാണി എസൻസ് എന്ന് പറഞ്ഞ് ഇവിടെ മാർക്കറ്റിൽ
ധാരാളം കിട്ടും. ഈ എസൻസും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല്, നല്ലൊരു മണം, ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാകും ബിരിയാണിക്ക്. അതുകൊണ്ടാണ് ഞാൻ എസൻസും കൂടെ ചേർത്തത്. ഇല്ലെങ്കിൽ ചിലർ റോസ് വാട്ടർ വേണമെങ്കിൽ ചേർക്കാം. ഇതിന് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ആ സമയം കൊണ്ട് ഞാൻ അരമണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണിത്. അരമണിക്കൂർ ഞാൻ ഉപ്പിട്ട വെള്ളത്തിൽ കുതിർത്ത് വാരി വെച്ച അരിയാണിത്. ഇത് നമുക്ക് ചോറ് വേവിക്കേണ്ടതിനായിട്ട് വെള്ളം ഞാൻ അടുപ്പിൽ വെച്ച് അതിനകത്ത് ഇടേണ്ടതായ മസാലയാണ് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇത്രയും വെള്ളത്തിനകത്തിട്ട് തിളപ്പിക്കണം. ഈ അരി അതിനകത്തിട്ട് തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ, ഇടുന്നതിന് മുൻപായിട്ട് തന്നെ ആ മസാല അതിനകത്തിട്ട് നന്നായിട്ട് തിളയ്ക്കണം, വെന്തിറങ്ങണം. ഇതിനകത്ത് ഞാൻ നാരങ്ങാ നീര് കൂടി ഒഴിച്ചു. നാരങ്ങാ നീരും ഈ മസാലയും അതിനകത്തിട്ട് വെള്ളത്തിനകത്ത് നല്ലതായിട്ട് തിളപ്പിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് നമുക്ക് തിളപ്പിക്കാം. ഇത് പെട്ടെന്ന് വേവുന്ന അരിയാണിത്. ബസ്മതി റൈസിൻ്റെ പച്ചരി തന്നെയാണിത്. ബോയിൽ ചെയ്തതല്ല. ബോയിൽ ചെയ്തതാണെങ്കിൽ കുറച്ചേറെ നേരം വേവാൻ എടുക്കും. ഇനി ആവശ്യമായ ഉപ്പ് നമുക്ക് ഇടണം. ഉപ്പിട്ടതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അവിടെ ഇവിടെ കട്ട പിടിച്ച് ഉപ്പ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാം അത് ഒന്ന് ഇളക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് പരുവത്തിന് ഉപ്പുണ്ട്, ഇനി ആവശ്യമില്ല. ഇനി നമുക്ക് നെയ്യും ഇച്ചിരി എണ്ണയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ നെയ്യ് ഇടുകയാണ്. നെയ്യ് ഇട്ടിട്ട് അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ നെയ്യും എണ്ണയും ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ചോറ് തമ്മിൽ ഒട്ടാതെ നല്ല വെവ്വേറെയായിട്ട് ഇങ്ങനെ കിടക്കും. അതുമല്ല ചോറിന് നല്ല മയവും കിട്ടും, നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. പെട്ടെന്ന് വേവുന്ന അരിയാണിത്. ഇപ്പോൾ തന്നെ പാതി വേവായി കഴിഞ്ഞു. ഞാൻ ഈ പുതിനയില ഇടാൻ വിട്ടുപോയിരുന്നു. ആ പുതിനയിലയും കൂടി ഇതിനകത്ത് ഇട്ട് തിളപ്പിക്കേണ്ടിയിരുന്നു. പുതിനയിലയും അതിനകത്ത് ചേർത്ത് ഞാൻ ഇപ്പോൾ തന്നെ പെട്ടെന്ന് ചോറ് വേവാറായിരിക്കുകയാണ്. 2 മിനിറ്റ്സ് കൊണ്ട് ചോറ് വെന്ത് കഴിഞ്ഞു. ഒരു 3/4 വേവ് മാത്രമേ ചോറ് ആകാവൂ. ഇനി നമുക്ക് ദം ചെയ്യേണ്ടതാണ്. അപ്പോഴും വേവേണ്ട ചോറാണ്. അതുകൊണ്ട് ദം ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ഈ ഒരു പാത്രം അങ്ങോട്ട് വെക്കണം. ഇങ്ങനെ ഒരു പരന്ന പാത്രം എന്ന് വെച്ചാൽ ഒരു അലൂമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെയോ പാത്രം അല്ലെങ്കിൽ തവയോ എല്ലാം വെച്ചിട്ട് നമുക്ക് ദം ചെയ്യേണ്ടതായ ഇറച്ചി പാത്രം അതിനകത്ത് വയ്ക്കുക. ഇനി നമുക്ക് ചോറ് അതിൽ നിന്ന് കോരി വെള്ളം ഊറ്റി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇറച്ചിയുടെ മുകളിലോട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ചോറിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് ഫില്ല് ചെയ്യേണ്ടതിനായിട്ട് വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാളയും ബാക്കി വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില ഉണ്ട്, അതും ഇതിനകത്ത് ഇടണം. കുറച്ച് ബിരിയാണി മസാലയുടെ പൊടിയും കൂടെ നമുക്കിതിനകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിട്ട് ലെയറായിട്ടാണ് ഞാനിവിടെ ഇത് വയ്ക്കുന്നത്. നമ്മുടെ ചോറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ആക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിൽ അല്പം നേരം വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റ്സ് ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിടണം. എന്നിട്ടാണ് ദം ചെയ്യാൻ വയ്ക്കേണ്ടത്. ബാക്കിയുള്ള മല്ലിയില, പുതിനയില എല്ലാം ഞാൻ ഇതിൻ്റെ മുകളിലിട്ടു. ചോറെല്ലാം ഇട്ടു. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയിരിക്കുന്ന സാഫ്രോണിൻ്റെ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 40 മിനിറ്റ് ഇത് ചെറിയ തീയിൽ കിടന്ന് വേവണം. ഇതിപ്പോൾ ഞാൻ അടച്ച് വെച്ച ഈ അടപ്പ് അതിൻ്റെ മുകളിൽ നമുക്ക് വെയിറ്റ് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഒരു പരന്ന പാത്രം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു വെയിറ്റ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ചോറ് ഊറ്റിയ ആ കഞ്ഞിവെള്ളം തന്നെ അതിൻ്റെ മുകളിലോട്ട് വെക്കുകയാണ്. ആ കഞ്ഞിവെള്ളം നല്ല തിളച്ചിരിക്കുന്ന ചൂടായതുകൊണ്ട് അതിൻ്റെ ചൂടും കൂടെ ഇറങ്ങി ആ മേൽഭാഗത്തുള്ള ചോറൊക്കെ കറക്റ്റായിട്ട് വേകും. അടിയിലെ വേവിനനുസരിച്ച് മേളിലത്തെ ചോറും കൂടെ കറക്റ്റിന് വേവാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടുവെള്ളം അതിൻ്റെ മുകളിൽ വെക്കുന്നത്.
അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 40 മിനിറ്റോളമായി. ഇനി നമുക്കതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ആ വെയിറ്റൊക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് മൂടിയൊക്കെ ഒന്ന് മാറ്റാൻ പോവുകയാണ് ഞാൻ. അത് ഇപ്പോൾ നല്ല മണമൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അത്രയ്ക്ക് നല്ല അട്രാക്റ്റീവ് സ്മെല്ലാണ് നമ്മുടെ ഹൈദരാബാദി ബിരിയാണിയുടെ സ്മെല്ല്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു വിഭവമാണ്. നിങ്ങൾക്കും ഇത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് എന്നെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. നന്ദി, നമസ്കാരം.